നമസ്കാരം. ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, ഇതിനെല്ലാം പരിഹാരമായി നമ്മുടെ പുരാണങ്ങളും ശാസ്ത്രവും ഒരേപോലെ പറയുന്ന ഒരു സമയമുണ്ട്, ബ്രഹ്മമുഹൂർത്തം. ഈ സമയത്ത് വെറും 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം താനെ മാറിമറിയും. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ദയവായി വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. എന്താണ് ബ്രഹ്മമുഹൂർത്തം? ലളിതമായി പറഞ്ഞാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ സമയമെന്നാണ് ഇതിനർത്ഥം. രാത്രിയുടെ അവസാന യാമത്തെയാണ് നാം ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത്. സൂര്യോദയത്തിന് കൃത്യം 1.5 മണിക്കൂർ, അതായത് 96 മിനിറ്റ് മുൻപുള്ള പവിത്രമായ സമയം. നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് ഈ സമയത്ത് പ്രപഞ്ചം മുഴുവൻ ഒരു ദിവ്യമായ ചൈതന്യത്താൽ നിറഞ്ഞു നിൽക്കുമെന്നാണ്. പ്രകൃതി പോലും ശാന്തമായി ഈശ്വരീയമായ ഊർജം ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന നിമിഷങ്ങളാണിവ. ഈ സമയത്ത് ഉണർന്നിരിക്കുന്നത് വഴി ആ ദിവ്യ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ നമുക്ക് സാധിക്കുന്നു. സാധാരണയായി പുലർച്ചെ 3:30-നും 5:30-നും ഇടയിലുള്ള സമയമാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് കൃത്യമായ സമയം കണക്കാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ശരാശരി കണക്കായി പുലർച്ചെ 4:30-നും 5:15-നും ഇടയിലുള്ള സമയം പവിത്രമായ ബ്രഹ്മമുഹൂർത്തമായി കണ്ട് നമുക്ക് പ്രാർത്ഥനകൾ ആരംഭിക്കാം. ഈ സമയത്ത് മനസ്സൊരു തെളിനീർ തടാകം പോലെ ശാന്തമായിരിക്കും. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരും ആചാര്യന്മാരും ഈ സമയത്തെ ജ്ഞാനത്തിന്റെ സമയമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഭക്തിയോടെയും ശുദ്ധിയോടെയും നാം ഈ സമയം പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഐശ്വര്യം പടിവാതിൽക്കൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാൻ നാം ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. വെറും ചടങ്ങുകളായല്ല, പൂർണ്ണമായ ഭക്തിയോടെയും വിശ്വാസത്തോടെയും വേണം ഇവം ചെയ്യുവാൻ. ആദ്യത്തെ പടി നമ്മുടെ ഉണർവ് തന്നെയാണ്. അലാറം കേട്ട് പരിഭ്രമിച്ചോ ദേഷ്യപ്പെട്ടോ അല്ല നാം ഉണരേണ്ടത്. പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയ ഈ പുതിയ ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം കണ്ണുകൾ തുറക്കാൻ. കണ്ണു തുറന്ന ഉടൻ ഉള്ളം കൈകൾ നോക്കി കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന മന്ത്രം ചൊല്ലുന്നത് അത്യുത്തമമാണ്. അതിനുശേഷം കിടക്കയിൽ തന്നെ കുറച്ചു സമയം ശാന്തമായിരിക്കുക. 1 മിനിറ്റ് ദീർഘമായി ശ്വാസമെടുത്ത് മനസ്സിലെ ഈശ്വരനിലേക്ക് സമർപ്പിക്കുക. ഈശ്വര, ഇന്നത്തെ ഈ പുണ്യദിനം എൻ്റെ ജീവിതത്തിൽ സർവ്വമംഗളങ്ങളും ചൊരിയട്ടെ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുക. ഈ നിശബ്ദയിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് ചൈതന്യം ഉണരുന്നത്. 2, പവിത്രമായ ശരീര മനസ്സ് ശുദ്ധീകരണമാണ് വേണ്ടത്. ഇനി രണ്ടാമതായി വേണ്ടത് ശുദ്ധിയാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ ഉടൻ മുഖവും വായയും ശുദ്ധിയാക്കുക. കഴിയുമെങ്കിൽ ഒരു സ്നാനം നിർബന്ധമാണ്. പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്ന അതേ ഭക്തിയോടെ വേണം കുളിക്കുവാൻ. നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ മാത്രമല്ല, മനസ്സിലെ നെഗറ്റീവ് ചിന്തകളും ദുഃഖങ്ങളും ഈ ജലത്തോടൊപ്പം ഒഴുകിപ്പോകുന്നു എന്ന് സങ്കല്പിക്കുക. ഈ ജലത്തിന് ഗംഗാതീർത്ഥത്തിന്റെ പവിത്രതയുണ്ടെന്ന് വിശ്വസിക്കുക. കുളി കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു പുതിയ ഉന്മേഷവും ദിവ്യത്വവും അനുഭവപ്പെടും. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം ഈശ്വര സമർപ്പണമാണ്. പൂജാമുറിയിലോ അല്ലെങ്കിൽ ശാന്തമായ ഒരിടത്തോ നിലവിളക്ക് തെളിയിച്ചിരിക്കുക. വിളക്കിന്റെ പ്രഭയിലേക്ക് നോക്കി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ധ്യാനിക്കുക. ഈ പ്രാർത്ഥന മനസ്സിൽ ചൊല്ലുക. ഭഗവാനെ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല തെറ്റുകളും ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ എനിക്ക് വഴികാട്ടിയായി കൂടെ ഉണ്ടാകണമേ. അവിടുത്തെ കാരുണ്യം എപ്പോഴും എന്നിലുണ്ടാകട്ടെ. അതിനുശേഷം 108 തവണ മന്ത്രങ്ങൾ ജപിക്കുക. അത് ഓം നമഃശിവായ ആയാലും, ഓം നമോ നാരായണായ ആയാലും, ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ ആയാലും പൂർണ്ണമായ ഏകാഗ്രതയോടെയും വിശ്വാസത്തോടെയും ജപിക്കുക. ഈ മന്ത്രധ്വനികൾ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തെയും നിങ്ങളുടെ ഭാഗ്യത്തെയും മാറ്റിമറിക്കുമെന്നത് ഉറപ്പാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം പ്രധാനമാണോ അത്ര തന്നെ പ്രധാനമാണ് ഈ സമയത്ത് ചില കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതും. ബ്രഹ്മമുഹൂർത്തത്തിൽ നാം ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ആ ദിവസത്തിന്റെ മുഴുവൻ പോസിറ്റീവ് എനർജിയെയും നശിപ്പിച്ചു കളയാൻ കാരണമാകും. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പലരുടെയും ശീലമാണ് ഉണർന്നാലുടൻ തലയിണയ്ക്ക് അടിയിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്തു നോക്കുക എന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഇത് പാടെ ഒഴിവാക്കേണ്ട ഒന്നാണ്. സോഷ്യൽ മീഡിയയിലെ വാർത്തകളോ മെസ്സേജുകളോ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ അനുവദിക്കരുത്. പ്രപഞ്ച ശക്തിയുമായി നാം കണക്ട് ചെയ്യേണ്ട സമയത്ത് ഡിജിറ്റൽ ലോകത്ത് കുടുങ്ങിപ്പോകരുത്. ഈ പവിത്രമായ സമയത്ത് ആരോടും വഴക്കിടുവാനോ ദേഷ്യപ്പെടാനോ നിൽക്കരുത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ വീട്ടിലുള്ളവരോട് കയർത്ത് സംസാരിക്കുന്നത് ആ ദിവസത്തെ മുഴുവൻ മോശമാക്കും.
അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ചിന്തകളും. എനിക്കിതിന് കഴിയില്ല, എൻ്റെ ജീവിതം കഷ്ടമാണ് എന്നിങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും ഈ സമയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരരുത്. ബ്രഹ്മമുഹൂർത്തം മൗനത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് അനാവശ്യമായ ലൗകിക കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒഴിവാക്കി പരമാവധി മൗനം പാലിച്ച് പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൗനം പാലിക്കുന്നത് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞാലുടൻ വീണ്ടും പോയി ഉറങ്ങുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ആ സമയത്ത് കഠിനമായ ആഹാരങ്ങൾ കഴിക്കുന്നതും നല്ലതല്ല. മനസ്സിനെ ഈശ്വരനിലേക്ക് കേന്ദ്രീകരിക്കാൻ ലഘുവായ ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങൾ, അതായത് വെള്ളമോ തുളസി വെള്ളമോ മാത്രം ഉപയോഗിക്കുന്നതാണ് ഉചിതം. ഓർക്കുക, വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നാണല്ലോ. ബ്രഹ്മമുഹൂർത്തം എന്ന ഈ സുവർണ നിമിഷങ്ങളെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളും. നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. എന്നാൽ ഇവ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം വിവരണാതീതമാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ കൃത്യമായ നിഷ്ഠയോടെയും വിശ്വാസത്തോടെയും ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും ഫലം തരാതിരിക്കില്ല. ഒരാഴ്ച ചെയ്തതുകൊണ്ട് മാത്രം മാറ്റങ്ങൾ കണ്ടു എന്ന് വരില്ല. അതുകൊണ്ട് പൂർണ്ണമായ സമർപ്പണത്തോടെ തുടർച്ചയായി 21 ദിവസം ഈ ബ്രഹ്മമുഹൂർത്ത ചര്യകൾ നിങ്ങൾ പിന്തുടരുക. നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമാക്കുന്നതും എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകുന്നതും തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നതും നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ്. ഓർക്കുക, ഭാഗ്യം എന്നത് ആകാശത്ത് നിന്ന് വീഴുന്ന ഒന്നല്ല, മറിച്ച് പ്രപഞ്ചം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ്. അതിനുള്ള ഏറ്റവും വലിയ താക്കോലാണ് ഈ ബ്രഹ്മമുഹൂർത്തം. ഈ പുണ്യവേളയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മമുഹൂർത്തവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റുള്ളവർക്ക് അത് വലിയൊരു പ്രചോദനമാകും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകരിച്ചുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ആത്മീയവും ഉപകാരപ്രദവുമായ അറിവുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.